എല്ലാവർക്കും നമസ്കാരം. ഒബ്ലിക് പ്രൊജക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ലിക് പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ 3 ഡയമെൻഷണൽ വ്യൂ ആക്കി വരയ്ക്കുന്ന മെത്തേഡിനെയാണ് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്ഷൻസ് നമുക്കറിയാം, പ്രൊജക്ഷൻസ് ഒരുപാട് തരമുണ്ട്. മെയിനായിട്ട് പ്രൊജക്ഷൻ പാരലൽ പ്രൊജക്ഷൻ എന്നും പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നും രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഈ പാരലൽ പ്രൊജക്ഷനെ തന്നെ ഒബ്ലിക് പ്രൊജക്ഷൻ എന്നും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് പാരലൽ പ്രൊജക്ഷൻ. ദ ഒബ്ലിക് പ്രൊജക്ഷൻ again classified into 2 types, cavalier projection and cabinet projection. അപ്പോൾ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഐസോമെട്രിക് പ്രൊജക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ വന്നിട്ടുള്ള എവിടുന്നാന്ന് വെച്ചാൽ ഇത് രണ്ടും ശരിക്കും ഒബ്ലിക് ആണെങ്കിലും ഓർത്തോഗ്രാഫിക് ആണെങ്കിലും പാരലൽ പ്രൊജക്ഷൻസ് ആണ്. അതായത് അതിൻ്റെ പ്രൊജക്ഷൻസ് നമ്മൾ വരയ്ക്കുന്നത് പാരലൽ പ്രൊജക്റ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത്തരം പ്രൊജക്ഷൻസിനെ നമ്മൾ പാരലൽ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ലിക് പ്രൊജക്ഷനെ തന്നെ കാവലിയർ പ്രൊജക്ഷൻ എന്നും ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്നും രണ്ടാക്കി തിരിച്ച പോലെ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അതേപോലെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് ആയിട്ടും ആക്സോണോമെട്രിക് പ്രൊജക്ഷനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടി വ്യൂ പ്രൊജക്ഷനാണ് ഫസ്റ്റ് ആംഗിളായിട്ടും തേർഡ് ആംഗിളായിട്ടൊക്കെ നമ്മൾ വരയ്ക്കാറുള്ളത്. ഇതിൽ ആക്സോണോമെട്രിക്കിലാണ് നമ്മൾ ഐസോമെട്രി, ഡയമെട്രിക്, ട്രൈമെട്രിക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് വരയ്ക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ലിക് പ്രൊജക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ നമ്മൾ പറഞ്ഞതാണ് കാവലിയർ പ്രൊജക്ഷൻ എന്നും ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്നുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാവലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് കാവലിയർ പ്രൊജക്ഷനിൽ ദർ ഇസ് നോ ഷോർട്ടനിങ് ഓഫ് സൈഡ് ലെങ്ത്സ്. ഇതിൽ ഇപ്പം നമുക്ക് സൈഡ് വരയ്ക്കുന്ന റിസീഡിങ് ആക്സിസിലാണ് അതിൻ്റെ സൈഡ് ലെങ്ത്ത് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളത് 45 ഡിഗ്രിയിലൊരു റിസീഡിങ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ഈ റിസീഡിങ് ആംഗിളിൽ വരുന്ന ആ സൈഡ് ലെങ്ത്ത് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഷോർട്ടനിങ് വരാറില്ല. ഇപ്പോൾ നമ്മളുടെ സൈഡ് എ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ വരച്ചത് എങ്കിൽ അതിൻ്റെ സൈഡ് ലെങ്ത്തും എ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ക്യാബിനറ്റ് പ്രൊജക്ഷനിൽ അതിൽ എന്താണ് പറഞ്ഞുള്ളത്, ദർ ഇസ് ഷോർട്ടനിങ് ഓഫ് ലെങ്ത്സ് ഇൻ ടു ഹാഫ്. അപ്പോൾ ഇതിൽ എന്താണ്, ക്യാബിനറ്റ് പ്രൊജക്ഷൻ പ്രകാരം നമുക്ക് അതിൻ്റെ ലെങ്ത്ത്, സൈഡ് ലെങ്ത്തിൽ മാറ്റം വരുന്നുണ്ട്. അതായത് കാവലിയർ പ്രൊജക്ഷനിൽ 45 ഡിഗ്രിയാണ് റിസീഡിങ് ആംഗിളാക്കി നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ ക്യാബിനറ്റ് പ്രൊജക്ഷനിൽ 63.4 ഡിഗ്രിയാണ് അതിൻ്റെ റിസീഡിങ് ആക്സിസിൽ നമ്മൾ വരയ്ക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ റിസീഡിങ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ലെങ്ത്ത് ഹാഫായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാവലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും തമ്മിലുള്ള ജനറലായിട്ടുള്ളൊരു മാറ്റം ഇതാണ്. അപ്പോൾ മനസ്സിലാക്കുക, കാവലിയർ പ്രൊജക്ഷനിൽ സൈഡ് ലെങ്ത്ത് നമ്മൾ സെയിം ആണ് വരയ്ക്കുന്നത് എങ്കിൽ ക്യാബിനറ്റ് പ്രൊജക്ഷനിൽ നമ്മൾ ഹാഫായിരിക്കും അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കാവലിയർ പ്രൊജക്ഷൻസ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബ് of side length of 50 mm. Its receding axis is at 45 degree. The cube rests on its square face is parallel to VP. അതായത് നമ്മളടുത്ത് കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷനാണ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെയാണ്? ഒരു ക്യൂബിൻ്റെയാണ്. ആ ക്യൂബിൻ്റെ സൈഡ് ലെങ്ത്ത് പറഞ്ഞിട്ട് 50 ആണ്. അപ്പോൾ ഒരു സ്ക്വയർ ഫേസിനെ അതേപോലെ തന്നെ 50 mm അടുത്തൊരു ലെങ്ത്ത് വരുന്ന രീതിയിലാക്കിയുള്ള ഒരു ക്യൂബാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ റിസീഡിങ് ആക്സിസും തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ കാവലിയർ പ്രൊജക്ഷൻസിൽ നമ്മൾ മെയിനായിട്ട് വരയ്ക്കുന്ന ആംഗിൾ 45 ആണ് എടുക്കാറുള്ളത്. ചില സമയങ്ങളിൽ നമ്മളെടുത്ത് സ്പെസിഫിക് ആയിട്ട് 30 ഡിഗ്രി എടുത്ത് വരയ്ക്കാനും പറയും. അപ്പോൾ കാവലിയർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിയിലും എന്ത് വരയ്ക്കാറുണ്ട്, നമ്മൾ ഈ റിസീഡിങ് ആക്സിസ് വരയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് 45 ഡിഗ്രിയാണ് നമ്മളടുത്ത് റിസീഡിങ് ആക്സിസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക വെച്ചാൽ നമ്മൾ ആദ്യം നോർമലി നമ്മളുടെ സൈഡ് ലെങ്ത്ത് നമുക്ക് ക്യൂബാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു റെഫറൻസ് ലൈനായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിൽ നമ്മുടെ സൈഡ് ലെങ്ത്ത് 50 അടയാളപ്പെടുത്തുക. ദെൻ നമ്മൾ ഇപ്പോൾ സ്ക്വയറാണ് അല്ലേ, ക്യൂബിൻ്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ റിസീഡിങ് ആക്സിസിൻ്റെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 45 ഡിഗ്രിയാണ്. എന്ത് ചെയ്യുക, നമ്മൾ 45 ഡിഗ്രി എടുത്തു, മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ആ സ്ക്വയർ വരച്ചതിന് ശേഷം 45 ഡിഗ്രി എടുത്തു, മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം ദെൻ
ആ 50 mm ആണ്. ഇപ്പോൾ ക്യൂബിൻ്റെ സൈഡ് ലെങ്ത് 50 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 എടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡ് ലെങ്ത്തും കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്യുക. അതോടുകൂടി ടോപ്പ് സൈഡും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, 50 എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ 50 mm സൈഡ് ലെങ്ത് ഉള്ള ഒരു ക്യൂബിൻ്റെ കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, നമ്മൾ ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡെങ്കിലും നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കാണിക്കണം. അതിൻ്റെ ഡയമെൻഷൻ ആംഗിൾ, റെസീഡിങ് ആക്സിസിൻ്റെ ആംഗിളും 45 ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷനിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ.